അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കൊരു തോരക്കറി ഉണ്ടാക്കണം. അതിന് നമ്മളിപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു വാഴപ്പറമ്പിൽ കൂടെ എന്താ ഉള്ളത് കറി വയ്ക്കാൻ. വാഴച്ചുണ്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു വാഴച്ചുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് പറിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് അതിൻ്റെ ഒരു തോരക്കറി ഉണ്ടാക്കി ചോറിന് കിട്ടും. അപ്പോൾ ഞാനത് പറിച്ചെടുക്കട്ടെ. പറിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് അരിഞ്ഞ്. അപ്പം ഞാൻ പറിച്ചുകൊണ്ടുവന്ന വാഴച്ചുണ്ട് ഒരുക്കി കറി വയ്ക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ പോളയിൽ ഈ സാധനങ്ങൾ കുറച്ച് ആദ്യം പൊളിച്ച് കളഞ്ഞ് പിന്നെ ലാസ്റ്റുള്ള നല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ ഒരുക്കിയെടുക്കണം. ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ആണി പോലെ ഒരു സാധനം ഉണ്ട്, അത് നൂൽക്കമ്പി പോലെ ഒരു സാധനം, കമ്പി പോലെ, അതൊക്കെ ഇങ്ങനെ പറിച്ച് കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം. കൊത്തി കൊത്തി പശ ഇങ്ങനെ കൊത്തണം. ഇങ്ങനെ കൊത്തി എടുത്തിട്ട് നമുക്ക് അരിയണം. ഇങ്ങനെ കൊത്തി എടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ അരിയുമ്പോൾ നമുക്ക് ചെറുപയറിട്ട് കറി വയ്ക്കണം. അപ്പോൾ എനിക്കൊരു സ്ലോ ഓർമ്മ വരുവാണ്. അക്കരമല മേൽ 60 മൈലേൽ 20 ചെറുവികൾ 60 ചെറുപയർ എണ്ണിയെടുത്ത് കിളച്ചു വിതച്ചു പറിച്ചു പൊളിച്ച് വറുത്തു കുറിച്ചു. വേഗം വേഗം പറയണം. അക്കരമല മേൽ 60 മൈലേൽ 20 ചെറുവികൾ 60 ചെറുപയർ എണ്ണിയെടുത്ത് കിളച്ചു വിതച്ച് പറിച്ചു പൊളിച്ച് വറുത്തു കുറിച്ചു. അപ്പോൾ നമുക്ക് ചെറുപയറിട്ട് വേണം ഇത് തോരൻ വയ്ക്കാം. അപ്പോൾ നല്ല രസം ഉണ്ടാവും. ഞാനിത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് കറി വയ്ക്കാം. ഇച്ചിരി എണ്ണയൊക്കെ തിരുമ്മി വെച്ച് കറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ വാഴച്ചുണ്ട് അരിഞ്ഞ് വെച്ചു. ഇനി അതിന് നമ്മൾ എണ്ണ തിരുമ്മട്ടെ. നമ്മളിതിൽ നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ നല്ല ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരുമണം. നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി ഇളക്കി വയ്ക്കണം. അങ്ങനെ വെച്ച് നമ്മളൊരു 1/2 മണിക്കൂർ നേരം കഴിയുമ്പോഴാണ് നമുക്കത് കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു 1/2 മണിക്കൂർ നേരം കഴിയുമ്പോൾ കറി ഉണ്ടാക്കും. ഞാൻ പൊത്തി വെച്ചാൽ മതി. ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ അരിഞ്ഞ് വെച്ച വാഴച്ചുണ്ട് കറിയാക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ചേർക്കേണ്ട സാധനങ്ങൾ തേങ്ങ, ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കരിവേപ്പില, വെളുത്തുള്ളി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങളിട്ട് കുരുമുളക് പൊടി ഇട്ട് ഇതിലേക്ക് നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തത്, ഇനി അതിലേക്ക് വേണ്ട ഉപ്പ് ഇത് ചേർത്ത് നമ്മൾ നല്ലോണം തിരുമ്മി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കണം. നമ്മൾ പാൻ തീയത്തിച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് എണ്ണ മൂപ്പിച്ച് അതിലേക്ക് നമുക്കിതിട്ട് കറി ഉണ്ടാക്കാം. ശേഷം മഞ്ഞൾപ്പൊടിയും ചേർക്കണം. എണ്ണ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലിട്ട് തിരുമ്മിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം. മൂത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. ശേഷം വെള്ളം ചേർക്കണം. എന്നിട്ട് നമുക്കിതിങ്ങനെ പൊത്തി വയ്ക്കണം. കുറച്ച് നേരത്തേക്ക് പൊത്തി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് മൂടി വയ്ക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. അല്ല, വാഴച്ചുണ്ട് കറി ശരിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രസം വെളിച്ചെണ്ണ കൂടെ തളിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇത് ചോറിന് കൂട്ടാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് കഴിച്ച് വയ്ക്കും. നല്ല രസമുണ്ട്. അപ്പം ഇനി അടുത്ത എപ്പിസോഡുമായി ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒക്കെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കും.